ഇന്നുണ്ടല്ലോ നിങ്ങളെല്ലാവരും കൊതിപ്പിക്കാൻ വേണ്ടി ഞാൻ രാധെ മാങ്ങയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ള. അമ്മ മാങ്ങയിട്ട് ഉപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ചിട്ട് ഏകദേശം ഒരു 6 മാസത്തോളമായി. അപ്പോൾ എന്നാലല്ലേ ഇത് മുഴുവത്തിലിടുമ്പോൾ അതിൽ ഉപ്പെല്ലാം പിടിക്കത്തുള്ളൂ. ഇത് നോക്കി ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു. അപ്പോൾ മൺചട്ടിയിലാണ് മൺകലത്തിൽ അമ്മ ഇട്ട് വെച്ചത്. അപ്പം അമ്മ 2 മുളക് ഞെരടാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. സവാളക്കകത്ത് മുളക് പൊടിയും പിന്നെ നമ്മുടെ ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഞെരടണേ. അമ്മ ഞെരടിക്കൊണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ വായിലൊരു കപ്പൽ ഓടുന്നതിനുള്ള വെള്ളം ഉണ്ടായിരുന്നു. അതേപോലെ ആയിരുന്നു കേട്ടോ. കാരണം മാങ്ങയൊക്കെ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ കുഞ്ഞുകാലം തൊട്ടേ ഞാൻ ഏത് മാവിൻ ചോട്ടി കണ്ടാലും പോയി പിറക്കി എടുത്ത് കടിച്ച് പറിച്ച്, ഇനി ഇപ്പോഴും അതേപോലെ തന്നെ, മാറ്റമൊന്നും ഇല്ല വലുതായാലും. ഇത് കണ്ടപ്പോൾ എനിക്ക് കൊതി കൊണ്ട് വന്നിട്ട് വയ്യായിരുന്നു. ഞാൻ പറഞ്ഞേ മതിയമ്മേ, ഞാൻ ഇച്ചിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അമ്മ എന്ന് പറഞ്ഞു. അപ്പം പറയും ഈ പെണ്ണിൻ്റെ ഒരു കാര്യം കൊണ്ട് തോറ്റല്ലോ എന്നൊക്കെ അമ്മ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് വായിലോട്ട് വെച്ച് എൻ്റെ പൊന്നോ, സൂപ്പർ സാധനം, അതാറ് ടേസ്റ്റ്. അതേപോലെ തന്നെ ഉപ്പിലിട്ടത് അത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. മറ്റേ എരിയുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, സൂപ്പർ സാധനം. എന്തോ ഒരു രുചിയാട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ്. അമ്മ ഇതിപ്പോൾ ഇട്ട് വെച്ചിട്ട് ഒരു 6 മാസത്തോളം ആയിട്ടുണ്ടായിരുന്നേ. അടിപൊളി സാധനം കേട്ടോ, അത് അടാറ് സാധനം. റിച്ചും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് കഴിക്കുമായിരുന്നു. എന്ന് പിന്നെ ഒരു പിടി ചോറുമായിട്ട് ഈ മുളക് തിന്നായിട്ട് കൊതി കൊണ്ട് വയ്യായിരുന്നു. അങ്ങനെ ഒരു തവി ചോറ് കേട്ടോ, ഒരു തവി ചോറും ഈ മുളകും കൂടി ഞെരടി വായിലോട്ട് വെച്ചപ്പോൾ എൻ്റെ പൊന്നു ദൈവമേ, എനിക്ക് വയ്യ ടേസ്റ്റ് എന്നുണ്ട്. ഒരു കാലം ചോറ് വേണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തിന്നും, പക്ഷേ രാത്രിയും ചോറ് കഴിക്കാറില്ല. എന്നിട്ട് ഈ ടേസ്റ്റ് കാരണം ഞാൻ ഒരു പ്ലേറ്റ് ചോറെടുത്ത് നല്ല കാര്യമായിട്ട് വെട്ടി മെഴുകിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ കഴിക്കട്ടെ, ടാറ്റാ.